അപ്രോച്ചസ് കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ അതിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്, ഒരു ഡോമിനേറ്റഡ് ബൈ എ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആയിട്ടാണ് ആര് കാണുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സുകൾ കാണുന്നത്. ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആർഗ്യൂ ടു എക്സിസ്റ്റിംഗ് ടു എക്സ്പ്ലെയിൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് സൊസൈറ്റിയിൽ എക്കണോമിക്സ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം കൂടുതൽ എന്നുള്ള ഒരു അപ്രോച്ചായിരുന്നു ആയിരിക്കുണ്ടായിരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് തന്നെയാണ് അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സുകൾ എന്ത് ചെയ്ത് സ്റ്റഡി ടു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പിന്നെ അതിലുള്ള തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സിലെ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ്സിനെയാണ്. മാർക്സിൻ്റെ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ളതാണ് ലേബറിൽ എക്കണോമിക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ. പിന്നെ ഇതിലത്തെ കുറേ ഇൻസ്റ്റൻസ് ആയിട്ടുള്ള സ്കോളേഴ്സ് എന്ന് പറയുന്നതായിരുന്നു ബ്രെയ്മാൻസിൻ്റെ ഫേമസ് ലേബർ ആൻഡ് മൊണോപ്പൊളി എന്നുള്ളത്, ക്യാപിറ്റൽ തിയറീസ്, മൈക്കൽ ബ്രേവൻ്റെ തിയറി, സ്റ്റഡി ഓഫ് സർക്കിൾ ഇൻ ദ ഇന്റർലോക്ക് എമംഗ് കോർപ്പറേറ്റ്സ്, അങ്ങനെയുള്ള സ്കോളേഴ്സിൻ്റെ ഒക്കെ അപ്രോച്ചസ് ഇതിലുണ്ട്, ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ തിയറീസിലുണ്ട്. ദീസ് റിസർച്ച് ഓപ്പൺ ഡെഡ്ലോക്ക് ഫങ്ഷൻ എക്സ്ക്ലൂസീവ് ഈക്വിലിബ്രിയം, അതായത് സൊസൈറ്റിയിൽ ഒരു ഈക്വിലിബ്രിയം പസിൽസ് എന്നുള്ള ഒരു രീതിയിൽ ഒരു ഫങ്ഷനേറ്റീവ് ആയിരുന്നു ഇവർ ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ എക്കണോമിക് സോഷ്യോളജിയാണ്. ന്യൂ എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്നത് ഇത് ഒറിജിൻ ചെയ്തിട്ടുള്ളത് അമേരിക്കൻ ഫിനോമിനയിലായിട്ടുള്ള ഇതിലായിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത് ഈ ന്യൂ എക്കണോമിക് സോഷ്യോളജി. ഒരു യൂറോപ്യൻ കോണ്ടെക്സ്റ്റ് ആണ് ഇതിലത്തെ മെയിൻ ഹാൻഡ് എന്ന് പറയുന്നത് ഹാൻഡ് റോബർട്ടിൻ്റെതായിരുന്നു മെയിൻ. ഇത് ന്യൂ എക്കണോമിക് സോഷ്യോളജീസിലെ മെയിൻ സ്കോളേഴ്സ് ആയിരുന്നു ഹാൻഡ് റോബർട്ട്. ഇദ്ദേഹം ഒന്ന് ക്രിട്ടിക്ക് ചെയ്യുന്നത് എക്കണോമിക്സ് ഫോം ഇസ് എംഫസൈസ് ഓൺ അൺറിയലിസ്റ്റിക് നേച്ചർ ഓഫ് കൺസെപ്റ്റ് ഓഫ് റാഷണാലിറ്റി ഓർ സോഷ്യലി കണ്ടക്ച്വലൈസ്ഡ് നേച്ചർ ഓഫ് എക്കണോമിക്. അതായത് എന്താ ചെയ്യുന്നത്, അതായത് യൂഷ്വൽ എംഫസിസ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള നേച്ചറിനെ അങ്ങനെയുള്ള റാഷണലായിട്ടുള്ള സോഷ്യലി കോണ്ടക്ച്വലൈസ്ഡ് ആയ എക്കണോമിക് ബിഹേവിയർ ആണ് ഇതിലുള്ളത് ന്യൂ എക്കണോമിക് സോഷ്യോളജിയിലുള്ളത്. ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഫെയിലർ ഓഫ് എക്കണോമിക്സ് എന്ന് ഫോക്കസ് ചെയ്യുന്നത് ഇൻകോർപ്പറേറ്റ് ഓഫ് സോഷ്യൽ സ്ട്രക്ചറിനെയാണ്. അപ്പോൾ അവർ സോഷ്യൽ സ്ട്രക്ചറിനെ എന്ത് ചെയ്യുന്നത്, സോഷ്യൽ സ്ട്രക്ചറിനെ കോണ്ടക്ട് ചെയ്യുകയും അവരതിനെ അനലൈസ് ചെയ്യുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ എക്സ്ക്ലൂസീവ് ഇൻഡിവിജ്വൽ ഹ്യൂമൻ നേച്ചർ ലീഡ്സ് ടു ആൻഡ് ഒരു ഹ്യൂമൻ നേച്ചറിനെയും സ്ട്രക്ചറിനെയും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ഹ്യൂമൻ നേച്ചർ സൊസൈറ്റിയിൽ നടക്കുമ്പോൾ അവർക്ക് വരുന്ന ഒരു ഇതെന്ന് പറയുന്നതായിരുന്നു ആറ്റമൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്, എംബഡൻസ്, അങ്ങനെയുള്ള ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള കൗണ്ടർ കോൺസെപ്റ്റുകൾ ഈ എക്കണോമിസ്റ്റുകൾ കൊണ്ടുവന്നു. അപ്പോൾ അവരൊന്നും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അറ്റോമൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ഷൻസ്, അങ്ങനെയുള്ള ചില കോർപ്പറേറ്റ് സ്ട്രക്ചേഴ്സ് കൂടി ഹ്യൂമൻ നേച്ചർ അങ്ങനെയുള്ളത് കൂടി ഇതിൽ ന്യൂ എക്കണോമിക് സോഷ്യോളജിസ്റ്റിൻ്റെ തിയറീസ് ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രഡീഷണൽ എക്കണോമി ഡെവലപ്ഡ് ബൈ പാസൺ, അതിനകത്ത് വേറൊരു സ്കോളേഴ്സാണ് പാസൺ എന്ന് പറയുന്നത്. അപ്പോൾ പാസൻ്റെ ഇതെന്ന് പറയുന്നത് അദ്ദേഹവും ഏതിൻ്റെ ഫോളോവർ ആയിരുന്നു, ന്യൂ സോഷ്യോളജി എക്കണോമിക് സോഷ്യോളജീൻ്റെ ഫോളോവർ ആയിരുന്നു. പിന്നെ അപ്പോൾ ഇതിൽ എക്കണോമിക് ആക്ഷൻസ് ത്രൂ സോഷ്യൽ ആക്ഷൻസ് ആൻഡ് ക്യാപിറ്റൽ സൊസൈറ്റി എന്നതാണ് ഏതിന് കൊടുക്കുന്നത്, ന്യൂ എക്കണോമിക് സോഷ്യോളജിക്ക് കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻസ് ആണ്. കോൺട്രിബ്യൂഷൻസ് ഓഫ് ഡിഫറെൻറ്റ് സ്കോളേഴ്സ് എക്കണോമിക് ആൻഡ് ന്യൂ എക്കണോമിക് സോഷ്യോളജി. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാൾ പൊളനായി ആണ്. കാൾ പൊളനായി ഈസ് എ കാൾ ഈസ് ബുക്ക് ദ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ. അത് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചതാണ് കാളിൻ്റെ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്ഫോർമേഷൻസ് ആയിട്ടുള്ള ആ ഇൻസ്പിറേഷൻസിനെയാണ് കാൾ എന്ത് ചെയ്യുന്നത്, ആർഗ്യൂ ചെയ്യുന്നത്. ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ്, ഒരു മാർക്കറ്റ് റിക്വയർഡ് സ്റ്റേറ്റ്സിനെയാണ് കാൾ റിക്വയർഡ് ചെയ്യുന്നത്. ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റ് സോഷ്യൽ ചാവോ, അതായത് ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റുകൾ ഒരു സോഷ്യൽ ചാവോസിനെ
ക്രിയേറ്റ് ചെയ്യും എന്നുള്ള തോട്ടായിരുന്നു ആർക്കുണ്ടായിരുന്നത്, കാളിനുണ്ടായിരുന്നത്. കൺയു സജസ്റ്റഡ് ഗവൺമെൻറ് വുഡ് ഹാവ് ഇൻ്റർവെൻ മേക്ക് സ്റ്റെബിലൈസ്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഇൻ്റർവെൻസ് മാർക്കറ്റ് സ്റ്റെബിലൈസ് പ്രൊവൈഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഗവൺമെൻറ് കൂടുതൽ എന്ത് ചെയ്യണം, മാർക്കറ്റിന് സോഷ്യൽ പ്രൊട്ടക്ഷൻ നൽകുന്ന അല്ലെങ്കിൽ വർക്കേഴ്സിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് കൂടുതൽ മാർക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ആ മാർക്കറ്റിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കൂടുതൽ എന്തായി എന്ത് വരും, ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പുകൾ ഇതിൽ വരും എന്നുള്ളതായിരുന്നു കാളിൻ്റെ തിയറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കൂടുതൽ ക്യാപിറ്റൽ മാർക്കറ്റിനായിരുന്നു കൂടുതൽ അപ്പോൾ കാള് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന ബുക്സിൽ ഈ എക്കണോമിക് സോഷ്യോളജിയിൽ തന്നെ അദ്ദേഹം ഡെവലപ്ഡ് ചെയ്തിട്ടുള്ളതാണ് റിലേഷൻ ബിറ്റ്വീൻ എക്കണോമി ആൻഡ് സൊസൈറ്റി എന്നുള്ള ഒരു ഇതിനെ കുറിച്ചിട്ട് അദ്ദേഹം റവല്യൂഷണറി ചേഞ്ചസിനെ 19th സെഞ്ച്വറിയിൽ കൊണ്ടുവരാൻ പറ്റും. അത് ആ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ആ ഒരു ഇതിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ കാൾ എന്തിനാണ് ചോദിച്ചത്, ഈ മാർക്കറ്റിനാണ് കൊടുത്തത്, ക്യാപിറ്റൽ മാർക്കറ്റീസ് കൊടുത്തത്. അപ്പോൾ അതൊരു സോഷ്യൽ ഇത് കൊണ്ടുവിടുക ഗവൺമെൻറ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പിന്നെ എംബഡൻസിന് കൂടുതൽ കൺസെപ്റ്റ് ഓഫ് എംബഡൻസ് എന്നുള്ളത് തന്നെ ആരുടെ അപ്രോച്ച് ആയിരുന്നു, കാളിൻ്റേതായിരുന്നു. പിന്നെ അതൊരു കണ്ടംപററി യൂസായിട്ട് ആണ് ഏതിനെ കാണുന്നത്, എംബഡൻസിനെ കാണുന്നത്. അപ്പം സോഷ്യലി നോൺ സോഷ്യലി അതോറിറ്റിക്ക് ഡിസംബഡൻസ് എന്നുള്ള അല്ലെങ്കിൽ എംബഡൻസ് എന്നുള്ളതിന് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റലിസത്തിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ആരുടെ തിയറി എന്ന് പറയുന്നത്, കാളിൻ്റെ തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാർക്ക് ഗ്രാനോവട്ടർ ആണ്. മാർക്ക് ഗ്രാനോവട്ടർ ഈസ് എ പ്രൈമറി സ്റ്റഡി നൗ സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ്ററാക്ട് ആൻഡ് ഷേപ്പ് അനത്. അതായത് സോഷ്യൽ നെറ്റ്വർക്കിനും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഇൻ്ററാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊസൈറ്റിക്കാണ് മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇദ്ദേഹം ബേസിക്കലി ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എക്കണോമിസ്റ്റുകൾ എന്ന് പറയുന്നത് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് കം ടു ബിക്കോസ് ദ റെപ്രസെൻറ്റ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് സൊല്യൂഷൻ ആണ് ദ സിംപ്ലിസിറ്റി ആൻഡ് റോങ് എന്നുള്ള ഒരു ഇതാണ് ആർഗ്യുമെൻ്റാണ് ആർക്കുള്ളത്, മാർക്കിനുണ്ടായിരുന്നത്. ഇദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത് ഒരു ന്യൂ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിസം എന്ത് ചെയ്യണം, ഡിസ്കറേജ് ഒരു ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷനിസം കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു മാർക്കിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്കണോമിക് എംബഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ന്യൂ എക്കണോമിക് സോഷ്യോളജിക്ക് തുടക്കം കുറിക്കും, അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ്സ് ആയിട്ടുള്ള ചേഞ്ചസ് സൊസൈറ്റിക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതായിരുന്നു ആർക്കുണ്ടായിരുന്നു, മാർക്കിനുണ്ടായിരുന്നു. അതിനുള്ള തിയറി എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹം എന്തിനെ കൂടി അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഓൾഡ് എക്കണോമിക് സോഷ്യോളജിയെ കൂടി അപ്രോച്ച് ചെയ്യുന്നുണ്ട്, മാർക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾഡ് എക്കണോമിക്കും ന്യൂ എക്കണോമിക് സോഷ്യോളജിയുടെയും കൂടി എംബഡൻസ് മാനിഫെസ്റ്റ് ഒരു ഓൾഡ് എക്കണോമിക്സും ന്യൂവും കൂടി ഒരു ന്യൂ എക്കണോമിക് സോഷ്യോളജിക്ക് എംബഡൻസസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് തിയറിയാണ് അപ്രോച്ചാണ് ആർക്കുണ്ടായിരുന്നത്, മാർക്കിന് ഉണ്ടായിരുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇതെന്ന് പറയുന്നത് നെറ്റ്വർക്കർ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഓർഗനൈസ്ഡ്. മാർക്കിൻ്റെ ഗെറ്റിംഗ് എ ജോബ് എന്നുള്ള 1974 സക്സസ്ഫുൾ അതൊരു ബുക്സ്. അതിൽ നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടും നെറ്റ്വർക്ക് മാർക്കറ്റിനെയും അതിൻ്റെ എക്സംബററി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എക്കണോമിക് സോഷ്യോളജിയിലുള്ള എക്സംബറി ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചിട്ടുമാണ് ഇതിൽ മാർക്സ് അതിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പോൾ ഡി മാഗിയോ ആണ്. പോൾ ഡി മാഗിയോ എന്ന് പറയുന്ന എക്കണോമിക് സോഷ്യോളജിസ്റ്റ് കോമൺ കൺസേൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊണ്ടുവരുന്നത്, ഈ ന്യൂ എക്കണോമിക് സോഷ്യോളജിയിൽ കൊണ്ടുവരുന്നത്.